പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവചിന്തയ്ക്കായി ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. എബ്രായർക്ക് ലേഖനം 13 അധ്യായം 5-6 വാക്യങ്ങൾ. നിങ്ങളുടെ നടപ്പ് ദിവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നുള്ള തിരുവെഴുത്താണ്. ഇതിനു മുമ്പ് ഞാൻ ഈ ദൈവവചന മെസ്സേജ് വേറൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നും നമ്മൾ ഈ വചനഭാഗം ചിന്തിക്കുമ്പോൾ ദൈവാത്മാവ് ഈ 2025 നിങ്ങളെ വീണ്ടും ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. പുതിയ തീരുമാനങ്ങൾ, പുതിയ ജീവിതത്തിന്റെ സമർപ്പണങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. നമ്മൾ ചിന്തിച്ച പറഞ്ഞാൽ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ ധൈര്യമായിരുന്നെങ്കിൽ മാത്രമേ യഥാർത്ഥമായ ക്രിസ്തീയ ജയജീവിതം നിങ്ങൾക്ക് നയിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ബലഹീനരായി കഴിഞ്ഞാൽ, അധൈര്യപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് ധൈര്യത്തോടെ കൊണ്ടുപോകാൻ കഴിയില്ല. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. കാരണം ജഡികമായി വരുന്ന ധൈര്യമല്ല നിങ്ങൾക്ക് ആവശ്യം. മനുഷ്യൻ ജഡികമായി ധൈര്യം ഉണ്ടാകും. പക്ഷെ ജഡികമായി നിങ്ങൾക്കുണ്ടാകുന്ന ധൈര്യത്തെക്കാൾ ക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിച്ച്, കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന്റെ ധൈര്യത്താൽ നിങ്ങൾ മുമ്പോട്ട് കുതിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് യഥാസമയം ക്രമീകരിച്ചു കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതിന് ദൈവവചനവും വചനത്തിലുള്ള ജീവിതവും പ്രാർത്ഥനയും ആരാധനയും കൂട്ടായ്മയും ഉപവാസവും ആവശ്യമാണ്. ആത്മീയമായി നാം ധൈര്യം പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ നാം ധൈര്യം പ്രാപിക്കാൻ ദൈവത്തോട് ചേർന്നിരിക്കണം. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നിങ്ങൾ എപ്പോഴും വിശ്വസിക്കുകയും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളർച്ച പ്രാപിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളെ തന്നെ ധൈര്യപ്പെടുത്തി നിങ്ങൾ ബലം പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. പ്രൈസ് ലോർഡ്. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളെ തന്നെ ധൈര്യപ്പെടുത്തണം. നിങ്ങൾ ബലഹീനരാണ്, ബലഹീനത നിങ്ങൾക്കുണ്ട്, ഭയപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി നിങ്ങൾ മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് പറയുവാൻ കഴിയും, ഹല്ലേലൂയ, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും. നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും. അത് നിങ്ങൾക്ക് ധൈര്യത്തോടെ നിന്റെ ജീവിതത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ആത്മീയ ജീവിതത്തെക്കുറിച്ച് പറയുവാൻ കഴിയണം. നീ ബലഹീനനായി മാറരുത് എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുക. ഇവിടെ സ്തോത്രം, ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയും ഉപേക്ഷിക്കുകയുമില്ല. ഈ ദൈവത്തെ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ യേശുക്രിസ്തു പറഞ്ഞൊരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം മത്തേയിലേക്ക് വരുമ്പോൾ 14 അധ്യായം, ഹല്ലേലൂയ, അത് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ എഴുതിയിട്ടില്ല, 18 വാക്യം വായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല, ഹല്ലേലൂയ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അല്പനേരം കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾ ജീവിക്കും. ഇവിടെ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ലെന്നാണ്. പ്രൈസ് ലോർഡ്. അപ്പൊ ഈ ഭാഗവും നിങ്ങൾ ചിന്തിക്കണം. ഹല്ലേലൂയ. അനാഥരായി നമ്മെ വിടാതെ എപ്പോഴും നമ്മുടെ അരികിൽ ചേർന്നിരുന്ന, നമ്മെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു യേശുക്രിസ്തു നമുക്കുള്ളത് കൊണ്ട് നാം ധൈര്യത്തോടെ കർത്താവിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് യേശു പറയാൻ കാരണം, ആമേൻ, സ്തോത്രം, ഈ യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായം അതിന്റെ 31 ആമേൻ, സ്തോത്രം, യേശു ശിഷ്യന്മാരോട് പറയുന്ന ചില ഭാഗങ്ങൾ കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ പോയ ശേഷം യേശു പറഞ്ഞത്, അല്ലെങ്കിൽ അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറയുക. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ യേശു ശിഷ്യന്മാരെ പറഞ്ഞ് ബലപ്പെടും. പറഞ്ഞ ഒരു വേർപാടിന്റെ
ചിന്തയാണ് അവിടെ പറയുന്നത്. അല്ലേ? അപ്പം 13:31 ആരംഭിച്ച വേർപാടിന്റെ ചിന്ത അവരെ വളരെ ഭരിച്ചിരുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്. അപ്പൊ യേശു ഭൂമിയിൽ തന്റെ ക്രൂശുമരണത്തെക്കുറിച്ചും താൻ ക്രൂശിക്കപ്പെടുമെന്നും താൻ ഇവിടെ മരിച്ചടക്കപ്പെട്ടു ഉയർത്തെന്നൊരു സ്വർഗാരോപണം ചെയ്യുമെന്നും ആമേ ശിഷ്യന്മാർ ഇവിടെ ഏകരായി തീരും, അവർ അനാഥരായി മാറും എന്നുള്ള ചിന്തകൾ അവരുടെ ഉള്ളിൽ വന്നപ്പോഴാണ് യേശു ആ ചിന്തകൾ അറിഞ്ഞിട്ട് പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, പരിശുദ്ധാത്മാവിന്റെ ആഗമനവും കർത്താവിന്റേത് തന്നെ ആകയാൽ തന്റെ പുനരാഗമനം മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ ആഗമനവും അവരുടെ അനാഥത്വം അകറ്റുകയാണ് ചെയ്തത്. ഈശ്വരൻ ഞാൻ പോയാലും, ഞാൻ പിതാവിന്റെ സന്നിധി ചെന്നാലും, ഞാൻ പോയ ശേഷം കാര്യസ്ഥരെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തി തരും. നിങ്ങൾ അനാഥനല്ല, ഞാൻ ഇന്ന് നിങ്ങളോട് കൂടി ഇരിക്കുന്നത് പോലെ തന്നെ യേശു പറയാ, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ, പരിശുദ്ധാത്മാവെന്ന ദൈവം തന്നെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും. അല്ലേരി അത് കേട്ടപ്പം ശിഷ്യന്മാരുടെ ആ മനസ്സിനകത്തുണ്ടായത് അനാഥത്വം നീങ്ങി അവർക്കൊരു ധൈര്യം കിട്ടി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അല്ലേരിയ എന്നെ കേൾക്കുന്ന മാതാപിതാവ് ഇവിടെ ദൈവത്തിന് വചനം പഠിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്, ആമൻ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന മാനകുലത്തിന് വേണ്ടി വരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നിട്ട് സ്വർഗാരോപണം ചെയ്തുവെങ്കിലും യേശു സ്വർഗാരോപണം ചെയ്ത ശേഷമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ മേൽ അയച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഉള്ളത് കൊണ്ട്, പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും അനാഥരല്ല. ലരിയ അപ്പം യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടി നമ്മൾ അനാഥരായി പോകും എന്നുള്ള ചിന്താഗതി നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റി നമ്മൾ അനാഥരല്ല, കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവ് നമുക്കുണ്ട് എന്നുള്ള ബോധ്യത്തോടെ നീ ജീവിക്കുമ്പോഴാണ് നിന്റെ ഉള്ളിലെ അനാഥത്വം മാറുന്നത്. ചിലരൊക്കെ പറയത്തില്ലേ, ഞാൻ അനാഥനാണ്, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറയുന്ന അനവധി ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്റെ ഏരിയ പിന്നെ നിങ്ങൾ സോക്രട്ടീസ് മരിച്ചപ്പോൾ പ്ലേറ്റോ പറയുകയുണ്ടായി, ഞങ്ങൾ അനാഥരായി തീർന്നിരിക്കുന്നു എന്ന്. എന്നാൽ മരണം മുന്നിൽ കൊണ്ട് തലേ ദിവസം കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന്. എന്റെ ഏരിയ നമ്മൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കാൻ. സോക്രട്ടീസ് മരിച്ചപ്പോൾ പ്ലേറ്റോ പറഞ്ഞതാണ്, ഞങ്ങൾ അനാഥരായി തീർന്നു. എന്നാൽ മരണത്തെ മുന്നിൽ കണ്ട കർത്താവ് പറയുകയാണ്, ഞാൻ മരിച്ചാലും നിങ്ങൾ അനാഥരല്ല. പ്രൈസ്. അതേ സ്നേഹിത, യേശു ഭൂമിയിൽ മരണം മരിച്ചെങ്കിലും ഒരിക്കൽ പോലും നമ്മളെ അനാഥനായി വിടാതെ നമ്മോട് സ്നേഹത്തോടു കൂടെ ഇടപെടുന്ന, നമ്മോട് സ്നേഹത്തോടു കൂടെ വസിക്കുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് ഈ ലോകത്തിന് ഭയപ്പെടരുത്. പ്രൈസ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്നൊക്കെ ഈ തിരുവെഴുത്ത് വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ വചനം. നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, മനുഷ്യന്റെ സ്വന്തം കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി, മനുഷ്യന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് മറ്റൊരാൾ വഴങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ പറയുന്നൊരു വാക്കാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ലടി, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ലട. പ്രത്യേകിച്ച് കവിതാക്കൾ പറയുന്നത് കേട്ടിട്ടില്ലേ? കവിതാക്കൾ പറയടി, ഞാൻ ഒരിക്കലും നിന്നെ വിടത്തില്ല, ഞാൻ ഒരിക്കലും നിന്നെ വിടത്തില്ല. പരസ്പര സ്നേഹത്തിന്റെ ആഴങ്ങളിൽ അവരങ്ങ് ജീവിക്കുക. പ്രേമം എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ചില ഭാര്യ ഭർത്താക്കന്മാരും അങ്ങനെ പറയും, ആമ ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. അപ്പൊ രണ്ടുപേരും നമ്മളെ മരണത്താങ്ങളില്ല, നമ്മളെ വേർപിരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയും. ചില അമ്മമാര് മക്കളോട് പറയും, എന്റെ മോനെ ഞാൻ നിന്നെ ഒരു നാളും കൈവിട്ട് കളയത്തില്ല, ഞാൻ നിന്നെ കൈവിട്ട് കളഞ്ഞിരുന്നെങ്കിൽ നീ ഭൂമി കാണത്തില്ലായിരുന്നു. അപ്പൊ ചില മക്കൾ പറയും, ഇല്ല ഞാൻ അമ്മയെ ജീവിതകാലം മുഴുവൻ പോറ്റും, അമ്മ ഞാൻ ഒരു നാളും കൈവിടുകയില്ലെന്ന് പറയുന്ന മക്കളെ കാണാൻ കഴിയും. അങ്ങനെയൊക്കെ ഈ ലോകത്തിൽ സംഭവിക്കുമ്പോൾ, കഴിഞ്ഞ ക്രിസ്തുമസിനോടനുബന്ധമായി നമ്മൾ വയനാട് നടന്നൊരു സംഭവം കണ്ടല്ലോ. വയനാട് ഒരു ക്രിസ്തുമസ് ആഘോഷ ദിനങ്ങളിൽ ഒരു വീട്ടിനകത്ത് വളരെ ക്രിസ്തുമസ് ട്രീയും ഒക്കെ തൂക്കിയിട്ട് ലൈറ്റുകളൊക്കെ ഇട്ട് വളരെ അറേഞ്ച്മെന്റോടുകൂടി കുടുംബം റോഡ് സൈഡിലൊരു വീടാണ്, ഞാൻ വാർത്തയെ കണ്ടതാ. ആ വീട്ടിലെ മകൻ മദ്യപിച്ച് സുബോധം കെട്ട് കഴിഞ്ഞപ്പോൾ സ്വന്തം മാതാവിനെ അല്ലരിയ ചവിട്ടി മെതിക്കുന്ന അനുഭവം, കന്നത്തടിക്കുന്ന, തള്ളിയിട്ടിട്ടും വീണ്ടും തന്നെ 10 മാസം ചുമന്ന ഉദരം ആ വയറെ ചവിട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? എത്ര മൃഗീയമായി പോയല്ലേ, എത്ര മൃഗീയമായി പോയി.
ആ അമ്മ ആ മകനോട് പറഞ്ഞു, മോനെ, ഞാൻ നിന്നെ ഒരു നാളും കൈവിട്ട് കളയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിന്നെ കൈവിട്ട് കളയാതെ ഉപേക്ഷിക്കാതെ നിന്നുകൊണ്ടാണ് നീ ഇത്രത്തോളം വളർന്നത്. പക്ഷെ നീ എന്നെ കൈവിട്ട് കളഞ്ഞ് നീ എന്നെ ചവിട്ടുമ്പോൾ, നീ എന്നെ അടിക്കുമ്പോൾ, അല്ലേലിയ, അപ്പോഴും അമ്മയുടെ സ്നേഹത്തിന്റെ ആ വാത്സല്യം നിങ്ങൾ തിരിച്ചറിയണം. ലേറിയ അതെ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രശ്നം ഇതൊക്കെ ഭൂമിയിൽ ഒരു പറച്ചില. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ അനവധി മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ ഒന്നെങ്കിൽ അവരെ ആശുപത്രിയിൽ വെച്ച് തന്നെ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ വഴിയോരത്ത് കൊണ്ട് കളയുന്നു, അല്ലെങ്കിൽ ഒരുവിധം പ്രായമായി കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ മക്കളെ തള്ളുന്ന കാലഘട്ടമാണ് ലേരിയ. ഇനി എന്തുകൊണ്ട് അമ്മയും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ കമിതാക്കൾ ഒന്നിച്ചുകൂടി പ്രഗ്നന്റ് ആയത് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ ഉദരത്തിൽ വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ചെയ്യുന്നൊരു കാലഘട്ടമാണ് ലേരിയ. അപ്പൊ ഈ അനാഥനായി വിടുകയില്ല എന്ന് മനുഷ്യൻ തമ്മിൽ പറയുന്ന വാക്കുകൾ ഒരു കാപട്യമാണ് ലേരിയ. എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയിൽ ഉപേക്ഷിക്കുക, മനുഷ്യർ പരസ്പരം പറയുന്ന കാര്യങ്ങൾ അതൊരു കാപട്യം നിറഞ്ഞ കപടവാക്കാം ലേരിയ. അങ്ങനെ ഉണ്ടായെങ്കിൽ സ്വന്തം മാതാവിനെ സ്വന്തം മകൻ ചവിട്ടി മെതിക്കിയില്ലായിരുന്നു. ആ മകനെ നിലത്ത് വെച്ചാൽ അല്ലെങ്കിൽ പുഴുവരിക്കും, തലയിൽ വെച്ച പേനരിക്കും എന്ന് പറഞ്ഞ് ഒക്കത്ത് വെച്ച് പോറ്റി പുലർത്തി വളർത്തിയെടുത്ത മകൻ സ്വന്തം അമ്മയുടെ ഉദരത്തിൽ ചവിട്ടുമ്പോൾ നമ്മൾ കണ്ടില്ലേ വാർത്ത? അതേപോലെ ഈ ലോകത്തിൽ ഉള്ള മനുഷ്യൻ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അവരുടെ ഇംഗിതങ്ങൾക്ക് വേണ്ടി, അവരുടെ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ പറയും, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. പല കവിതാക്കൾ അല്ലേരിയ പരസ്പരം സ്നേഹിച്ച് അവർ പറയും, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയും ഉപേക്ഷിക്കില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് വന്നവർ പിന്നീട് എത്രയോ പേരാണ് വിഷം കുടിച്ച് മരിച്ചത്, വണ്ടിയുടെ ട്രെയിനിന്റെ മുമ്പിൽ ചാടി മരിച്ചത്, വെള്ളത്തിൽ ചാടി മരിച്ചത്, സ്വയം കെട്ടിഞ്ഞാന്ന് മരിച്ചത്, വിഷം കുടിച്ച് മരിച്ചത് എത്രയോ ആളുകളാണ്. പരസ്പരം കൈവിടുകയില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞവർ പിന്നീട് ആത്മഹത്യ ചെയ്തു. പല ഭാര്യ ഭർത്താക്കന്മാരും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞവർ പിന്നീട് സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അവരുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടി മറ്റു പുരുഷന്മാരുടെ കൂടെ ഇറങ്ങിപ്പോയി, മറ്റു സ്ത്രീകളിലൂടെ ഇറങ്ങിപ്പോയി. അങ്ങനെയൊക്കെ പറയുന്ന കപടവാക്കുകൾ മനുഷ്യൻ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് മക്കൾ പറയും, മക്കൾ അപ്പനമ്മമാരോട് പറയും, ഞങ്ങൾ അപ്പനെ അമ്മയെ ഒരിക്കലും കൈവിടത്തില്ല, ഞങ്ങൾ മരണം വരെ നിങ്ങളെ നോക്കും, ഞങ്ങൾ മരണം വരെ നിങ്ങളെ സംരക്ഷിക്കും, ഞങ്ങൾ എവിടെ പോയാലും നിങ്ങളെ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്ന ചില മക്കൾ സ്വന്തം അപ്പനെയും അമ്മയും ഈ ഓൾട്ടേജ് ഹോമിൽ വൃദ്ധസദനത്തെ കൊണ്ടാക്കിയിട്ട് പിന്നെ ആ വഴിക്ക് പോലും തിരിഞ്ഞു പോകത്തില്ല. അല്ലേ, ഞങ്ങൾ ഒരു നാളെ കൈവിട്ടെത്തുകയില്ലെന്നാ പറഞ്ഞവരാ, ഉപേക്ഷിക്കാന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ എപ്പോഴും എവിടെ അപ്പനും അമ്മയും ഓൾട്ടേജ് ഹോമിലെ വൃദ്ധസദനത്തിലാ. ലേലുയ സോദർ, എത്ര കാപട്യമാണ് മനുഷ്യൻ പറഞ്ഞുണ്ടാക്കുന്നത്. മനുഷ്യന്റെ വാക്കുകൾക്ക് വിലയില്ല എന്ന് നീ തിരിച്ചറിയുന്ന ശ്രോതാവ്, നീ നിന്നെ ക്രമീകരിക്കണം. നീ ആത്മീയമായി പരിശുദ്ധാത്മാവിന്റെ ആലോചനയാൽ, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനാൽ നിറയപ്പെട്ട് നീ ജീവിക്കുന്നെങ്കിൽ മാത്രമേ നിന്റെ വാക്കുകൾക്ക് ബലമുള്ളൂ, നിന്റെ വാക്കുകൾക്കകത്ത് ശക്തിയുള്ളൂ. അല്ലേലിയ. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, പലരും അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നെ കൈവിടില്ല, ഉപേക്ഷിക്കില്ലെന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന പ്രശ്നം, ഈ വചനം യഥാർത്ഥമായിട്ട് യേശുക്രിസ്തു പറയുമ്പോഴാണ് ആ വചനത്തിന്റെ സന്തോഷം വെളിപ്പെടുന്നത്. യേശു ലോകത്തിലുള്ള സകല ജനത്തെയും നോക്കിയപ്പം സകല ജനങ്ങളും പാപികളാണ്, സകല ജനങ്ങളും പാപികൾ. ഈ ഭൂമിയിലുള്ള സകല ഉന്നതന്മാരും, സകല വിദ്യാസമ്പന്നരും, സകല കോടീശ്വരന്മാരും, ഉന്നതാധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പാരമ്പര്യം പറയുന്ന അങ്ങനെയുള്ളവരെല്ലാവരും യേശു നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങളെല്ലാം പാപികളാണ്. അല്ലേ, ഈ ഭൂമിയിൽ ജനിച്ചു മരിച്ചവരും ഇന്ന് ജനിച്ച് ജീവിക്കുന്നവരും നാളെ ജനിക്കാൻ പോകുന്നവരും എല്ലാം പാപികളാണ്. പാപിയായ മനുഷ്യനെ നോക്കിയിട്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് മാനകുലത്തിന്റെ പാപത്തിന് വേണ്ടി കഴിഞ്ഞ 2024 വർഷം സ്വർഗമഹിമകളെ വെടിഞ്ഞിട്ടാണ് ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപത്തെ നോക്കാതെ, നമ്മുടെ പാപത്തെ സ്തോത്രം നോക്കി അതിനെ ശിക്ഷിക്കാതെ നമ്മുടെ പാപത്തെ ക്ഷമിച്ചു തന്ന് നമ്മുടെ പാപം ഏറ്റെടുത്ത് യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, പിതാവിന്റെ വലത്തുഭാഗത്ത് അല്ലേലൂയ നമുക്ക് വേണ്ടി മധ്യസ്ഥിറങ്ങി. ആ യേശു പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അത് യേശു ക്രിസ്തുവിന് മാത്രം പറയാൻ കഴിയുന്ന വാക്കായത്.
മനുഷ്യന്റെ വാക്കുകളെല്ലാം വിലയില്ലാത്തതാണെന്ന് നിങ്ങളോട് വ്യത്യസ്തമായ രീതിയിലൂടെ ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ യഥാർത്ഥത്തിൽ ഈ വചനം വായിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ഈ വചനം വായിക്കുവാൻ നിനക്ക് കഴിയുമോ? ഈ വചനം വായിക്കുമ്പോഴുള്ള ആമയുടെ പരിജ്ഞാനത്തോടെ നീ വായിക്കുമ്പോൾ, അതിനുള്ള തൃപ്തിയോടെ നീ വായിക്കുമ്പോൾ അതിനുള്ള പ്രാഗൽഭ്യം നിനക്കുണ്ടോ എന്ന് നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടൽ ഉപേക്ഷിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഭൂമിയിൽ ജീവിച്ച് എത്രയോ ആളുകളാണ് പ്രിയരെ സങ്കടപ്പെട്ട് നിരാശയുടെ ദുഃഖത്തിന്റെ നടിയിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഹല്ലേലൂയ ഈ ഭൂമിയിൽ ശിഷ്യന്മാരുമായി ഹല്ലേലൂയ 3.5 വർഷം തന്റെ പരസ്യശുശ്രൂഷ ചെയ്യുന്ന വേളകളിൽ യേശു തന്റെ മരണത്തെക്കുറിച്ചും താൻ ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് പിതാവിന്റെ അരികിലേക്ക് പോകുന്നതൊക്കെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അനാഥത്വം സംഭവിച്ചു, അനാഥരായി മാറും എന്നുള്ള ബോധ്യം അവർക്ക് വന്നപ്പോഴാണ് യേശുവിനോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്നാണ്. ഇവിടെ യോഹന്നാന്റെ 14-18 വായിച്ചാൽ വീണ്ടും ഉത്തരിച്ചത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്നുകൂടെ വചനം ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് യേശുക്രിസ്തുവിന് മാത്രമേ പറയാൻ കഴിയുള്ളൂ, സഹോദര സഹോദരി, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ലെന്ന്. എന്ന് പറഞ്ഞാൽ നീ രോഗിയായി മാറുമ്പോൾ, നീ കടക്കണിയിൽ വരുമ്പോൾ, നിനക്ക് സാമ്പത്തിക കഷ്ടം വരുമ്പോൾ, നീ ദരിദ്രനായി മാറുമ്പോൾ, നിനക്ക് ബലഹീനത വരുമ്പോൾ, ഞാൻ നിന്നെ കൈവിടുകയിൽ ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞ് പലരും നിന്നെ വിട്ടോടിപ്പോകും. അല്ലെങ്കിൽ നിന്റെ അരികിൽ പോലും വരുവാൻ ശ്രമിക്കത്തില്ല. നീ ഒരു രോഗത്തിനടിമയായി കിടക്കുമ്പോൾ, നീ പ്രതിസന്ധിയുടെ കടന്നു പോകുമ്പോൾ ഒക്കെ നിന്നോട് കൂടെ ഇരുന്നവരും നിന്നെ സ്നേഹിച്ചവരും നീ കരുതിയവരും നിന്റെ ഫ്രണ്ടായിട്ട് നിന്റെ ചങ്കായിട്ട് കൊണ്ട് നടന്നവരൊക്കെ നിന്നെ വിട്ടോടിപ്പോകും. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന് മാത്രമേ നമ്മെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. യേശുവിന് മാത്രമേ നമ്മെ പൂർണ്ണമായി സ്നേഹിക്കാൻ, മാറോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്നവൻ യേശു മാത്രമോ. ബാക്കിയുള്ള എല്ലാവരും നമ്മെ ഉപേക്ഷിക്കും. ഈ ലോകത്തിൽ നമ്മൾ വിശ്വസിച്ചവർ, ലോകത്തിൽ നമ്മൾ കണ്ടവർ, ലോകത്തിൽ നമ്മൾ സ്നേഹിച്ചവർ, ചങ്കാണെന്ന് ചങ്കാന്ന് പറഞ്ഞു നടന്നവർ, ജീവന തുല്യം സ്നേഹിച്ചവരെല്ലാം നിന്നെ വിട്ട് പോകുമെന്ന്, നിന്നെ വിട്ട് ഓടിപ്പോകും. നിന്നെ കണ്ട പുറപ്പാട് പോലും കണ്ട മാത്രം പോലും നടിക്കത്തില്ല. ഹല്ലേലൂയ. അത്രയുള്ളൂ മനുഷ്യന്റെ സ്നേഹം. മനുഷ്യന്റെ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഹല്ലേലൂയ കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചതുപോലെ. മനുഷ്യൻ പറയുന്ന ഈ വാക്ക്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കുകയില്ല എന്ന് മനുഷ്യൻ പറഞ്ഞ വാക്കും ഈ കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചതുപോലെ, അല്ലെങ്കിൽ ഓട്ടസഞ്ചിയിലേക്ക് പണമിടുന്നത് പോലെയാ. അല്ലേ? എല്ലാം ചോർന്നു പോയനെ. പക്ഷെ യേശു അന്ന് ഇന്നും പറയാ, യേശു അന്ന് ഇന്ന് നിന്നോട് പറയുന്നത്, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, സങ്കടപ്പെട്ട് ഹൃദയം നുറങ്ങി വേദനയോടെ ദുഃഖത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകാൻ ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ട അനുഭവത്തിൽ ഇരിക്കുന്ന സാഹചര്യമാണോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കുകയില്ലെന്ന് യേശു പറയുക. ഇന്ന് പകൽ നീ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? നിന്റെ ജീവിതത്തിന്റെ അനാഥത്വത്തെ മാറ്റുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. ഞാൻ ഈ ദൈവത്തിനൊക്കെ വാങ്ങിക്കുമ്പോൾ എനിക്കും അതിനകത്ത് ഭയങ്കര സന്തോഷമുള്ള ആളാണ്. കാരണം ജീവിതത്തിൽ അനാഥത്വം ഉണ്ടായ സമയമുണ്ട്, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സമയങ്ങളുണ്ട്, ജീവിതത്തിൽ വേദനിക്കപ്പെട്ട സമയമുണ്ട്, ജീവിതത്തിൽ കണ്ണീരൊഴുക്കേണ്ട സമയമുണ്ട്, ജീവിതത്തിൽ വളരെ സങ്കടപ്പെട്ട് ഒറ്റയ്ക്കിരുന്ന സന്ദർഭങ്ങളുണ്ട്. എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ജീവിക്കും, എങ്ങനെയാണ് ഇനിയുള്ള സാഹചര്യം ഓർത്തും മനക്കലങ്ങി ഇരുന്നപ്പോൾ എന്നോട് എന്റെ കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ലെന്ന് എന്റെ യേശുവിനോട് പറഞ്ഞപ്പോൾ എന്റെ ആത്മാവിൽ പുതുക്കം വന്നു, എന്റെ ആത്മാവിൽ ജീവൻ വന്നു. ഞാൻ യേശുവിനെ ചേർത്ത് പിടിച്ചു, യേശു എന്നെ മാറോട് ചേർത്ത് പിടിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് യേശുവിനോട് പറഞ്ഞു, ഹല്ലേലൂയ, മകനെ രക്ഷിപ്പാൻ കഴിയാത്തവന്റെ കൈ കുറുകി പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവന്റെ ചെവി മന്ദമായിട്ടുമില്ലെന്ന് യേശു ക്രിസ്തു എന്നോട് സംസാരിക്കുന്ന ദൈവശബ്ദം എന്റെ കാതുകളിൽ മുഴങ്ങി. ഹല്ലേലൂയ. രക്തജയം. ഇന്ന് പകരം ദൈവത്തിന് കേൾക്കുന്ന ശ്രോതാവേ, ഞാൻ നിന്നോട് പറയട്ടെ, നീ ഒറ്റയ്ക്കല്ല. എന്നെ കേൾക്കുന്ന മാതാവേ, നീ ഒറ്റയ്ക്കല്ല. എന്നെ സഹോദരൻ, നീ ഒറ്റയ്ക്കല്ല. നിന്നോട് കൂടെ യേശുവുണ്ട്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ നമ്മോട് പറഞ്ഞ വാക്കുണ്ടല്ലോ. യെശയ്യാവിന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാമത്തെ വാക്യം 2-ാമത്തെ വാക്യം കൂടെ വായിച്ചു നോക്കിയിട്ട്, രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല.
പിന്നെ എങ്ങനെയാണ് ദൈവം നമ്മെ മറന്നു ചിന്തിക്കുന്നത്? ദൈവം നമ്മെ മറന്നു, അല്ലെ ദൈവം നമ്മെ മറന്നു പോയെന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ആ ചിന്ത വരുന്നത്? കാരണം അതാണ് യെശയ്യാപ്രവാചകൻ 51:2 നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾ എത്രയും അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെയും നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അതെ, ദൈവം നമ്മൾ അകലുന്നത് നമ്മുടെ പാപം മുഖാന്തരമാണ്. നമ്മുടെ പാപങ്ങൾ മുഖാന്തരം, നമ്മുടെ അകൃത്യങ്ങൾ മുഖാന്തരം ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മുഖം മറച്ചു എന്ന് വന്നേക്കാം. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, നീ ഈ ലോകത്ത് ജീവിക്കും, ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിലേക്ക് പോകരുത്, ഈ ലോകത്തിന്റെ പാപങ്ങളിൽ നീ വസിക്കരുത്. ജീവിതത്തിൽ നീ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്കാണ് നീ ജീവിക്കുന്നെങ്കിലും ജീവിതത്തിൽ നീ അനാഥനാണ് തോന്നിയാലും അതുകൊണ്ട് നിന്റെ ജീവിതത്തിനകത്ത് പാപം പ്രവേശിക്കരുത്. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കല്ലെന്ന്, നിന്നോട് കൂടെ യേശു ഉണ്ടെന്ന്. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് നീ വിലപിച്ചു പോകരുത്. പല സഹോദരങ്ങളും വിളിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ ഇത് തന്നെ പറയും, പാസ്റ്ററേ എന്ത് ചെയ്യും, ഒറ്റയ്ക്കായിപ്പോയി, നിരാശയായി. എന്നെ കേൾക്കുന്നവർ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് രക്ഷിപ്പാൻ കഴിയാത്തവന്റെ കൈ കുറുകിപ്പോയില്ല, കേൾപ്പാൻ കഴിയാതെ ചെവി മന്ദമായിട്ടുമില്ലെന്ന് പറഞ്ഞ യേശു കർത്താവ് പറയുകയാണ്, നിന്റെ ജീവിതത്തിന്റെ അത്ഭുതം ചെയ്യും. കഴിഞ്ഞ ദിവസം വരെ ഒരു സഹോദരി വിളിച്ചിട്ട് അവരുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവെച്ചു. ഹല്ലേലൂയ. അവരുടെ മാനസികമായി അനുഭവിക്കുന്ന അനുഭവിക്കുന്ന പ്രതിസന്ധികളൊക്കെ പറഞ്ഞു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ്, കർത്താവ് ചില അത്ഭുതങ്ങൾ ചെയ്യും. അല്ലേടി, ദൈവം അത്ഭുത മന്ത്രിയ. അല്ലേടി, അത് എന്നെ കേൾക്കുന്ന മാതാപിതാ, ദൈവം അത്ഭുത മന്ത്രിയാണ്. അവൻ നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യും. അല്ലേടി, എല്ലാവരാലും നീ കൈവിടപ്പെട്ടവനായിരുന്നാലും, എല്ലാവരാലും നീ കൈവിടപ്പെട്ടവളായിരുന്നാലും, നിന്നെ ആരും സ്നേഹിച്ചില്ലെങ്കിലും ആരും കരുതിയില്ലെങ്കിലും, എല്ലാവരും നിന്റെ മുമ്പിൽ മുഖം മറച്ചാലും, നിന്റെ മുമ്പിൽ മുഖം മറയ്ക്കാതെ നിന്നെ ചേർത്ത് പിടിച്ച്, മാറോട് ചേർത്ത് പിടിച്ച് നിന്നെ ആലിംഗനം ചെയ്തൊരു യേശുണ്ട്. ഹല്ലേലൂയ. ആ മുറിഞ്ഞ കരത്തിലേക്ക് നിന്നെ ധരിപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ആ കരിരുപ്പാണിയാൽ തറയപ്പെട്ട നമുക്ക് വേണ്ടി ആ മുറിവേറ്റ കരങ്ങളിലേക്ക് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയാമെങ്കിൽ, ആ വിലാപ്പുറം കുത്തി തുറന്ന ആ മാറിലേക്ക് നിന്നെ ചേർത്ത് പിടിച്ച് നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നിന്നെ ആശ്വസിപ്പിക്കാൻ യേശുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66:13 പറയുന്നത്, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അതേ ശ്രോതാവേ, ഇന്ന് പകൽ നീ സങ്കടപ്പെട്ടിരിക്കുകയാണോ, കടക്കെണിയിലിരിക്കുകയാണോ? ദൈവം നിന്നെ വിടുവിക്കാൻ പോവുക. ആമേൻ. ജപ്തി നടപടി നേരിടുന്ന ഭീഷണി കടന്നു പോകുന്ന ചില കുടുംബങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ആമേൻ, നീ സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് പോകണ്ട. നീ അനാഥനായി വഴിയരികിലേക്ക് പോകണ്ട. വഴിയിൽ ഇറങ്ങേണ്ടി വരത്തില്ല. നിന്റെ പ്രശ്നങ്ങൾക്ക് ദൈവം മറുപടി നൽകും. ഇന്ന് പകൽ നിന്റെ പാപങ്ങൾ നീ ഏറ്റുപറഞ്ഞ് ദൈവത്തിന് ധരിപ്പിച്ചു കൊടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ചില അത്ഭുതങ്ങൾ ചെയ്യും, രക്തം ചെയ്യും. അപ്പൊ യേശുവിന് നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ടെന്ന. മനുഷ്യൻ പറയുന്നതെല്ലാം വ്യാജവാക്കുകളാണ്, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്, കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ആ മനുഷ്യന്റെ ഇഷ്ടം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പലരും ഞാൻ നിന്നെ ഒരു നാളും കൈവിടയിൽ ഉപേക്ഷിക്കില്ലെന്ന് പറയുന്നത്. കാര്യം കണ്ടു കഴിയുമ്പോൾ അല്ലേരിയ പലരും പറഞ്ഞ വഴി പോലും പിന്നെ ഓർക്കത്തില്ല. അല്ലേ? പിന്നെ ചിലരുണ്ട്, കാര്യം കാണാൻ വേണ്ടി കഴുതക്കാലും പിടിക്കുമെന്നൊക്കെ പണ്ടൊരു പഴമക്കാർ പറയാറുണ്ടല്ലോ. കാര്യം കാണാൻ വേണ്ടി മനുഷ്യൻ എന്തും പറയുമെന്ന്, എന്തും ചെയ്യും, എന്തും പ്രവർത്തിക്കും. പക്ഷെ കാര്യം നടന്നു കഴിയുമ്പോൾ പിന്നെ ആ മനുഷ്യനെ നമ്മുടെ അയലക്കത്ത് പോലും കാണത്തില്ല. അവരവരുടെ വഴി നോക്കി പോകും. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം മനുഷ്യരോട് സംസാരിക്കാൻ, സൂക്ഷിച്ചു വേണം മനുഷ്യൻ ഇടപെടുവാൻ. നിന്നെ നീ തന്നെ വഞ്ചിക്കരുത്, നിന്നെ നീ തന്നെ ചതിക്കരുത്, മറ്റൊരാളുടെ കഷ്ടത്തിൽ നിന്റെ തല കൊണ്ട വെച്ചു കൊടുക്കരുത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. പ്രൈസലോ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നം, കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു, പാസ്റ്ററേ, ഒരാൾക്ക് ഭയങ്കര കടക്കേണി വന്നു കഴിഞ്ഞു. എന്റെ സുഹൃത്താണ്. ഞാൻ വീട്ടിൽ വളരെ അത്യാവശ്യത്തിന് വെച്ചിരുന്ന എന്റെ കയ്യിലെ പൈസ അതെടുത്ത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തിന് അറിയാം എൻ്റെ പൈസ ഉണ്ടെന്ന്. ചോദിച്ചപ്പോൾ എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ അത്ര ആത്മസുഹൃത്തുക്കളാണ്. ഞാൻ ആ പൈസ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു 3 മാസത്തിനകം തിരിച്ചു തരാം. 3 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു. ഇപ്പൊ അദ്ദേഹം എന്നെ കണ്ട മിണ്ടത്തിൽ. ഞങ്ങൾ ആത്മസുഹൃത്തുക്കളായിരുന്നു. 3 മാസം കഴിയുമ്പോൾ തരാമെന്നും പറഞ്ഞ എന്റെ പൈസ മേടിച്ചു. വളരെ ആവശ്യം വെച്ചു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും പാസ്റ്ററിനൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ എന്റെ സഹോദരൻ, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യാനാ? നമുക്ക് പിടിച്ചു മേടിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അത്ഭുതം ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം
വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടും ഞാൻ നിങ്ങളോട് ഒരുപാട് പഞ്ചാര വാക്കുകളും മുഖസ്തുതിയൊക്കെ പറയും. അല്ലേ? പഞ്ചാര വാക്കുകളും മുഖസ്തുതിയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം എൻ്റെ പോക്കറ്റിലേക്ക് വരത്തക്ക നിലയിൽ നിങ്ങളെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ എല്ലാവരും 3 മാസത്തിനകം തരാം, എനിക്ക് എൻ്റെ അടുത്ത് വരാനുണ്ട്, എൻ്റെ അടുത്ത് കിട്ടാനുണ്ടെന്നൊക്കെ പറയുന്ന പലരും ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ നീ വഞ്ചിക്കപ്പെടരുത്. ഈ എന്നെ ചിലരൊക്കെ വിളിച്ചിട്ട് പലപ്പോഴും പറയും, നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ ഈ ദൈവവചനം പറയുമ്പോൾ, യൂട്യൂബിലൊക്കെ വചനമൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഞാൻ വലിയ പണക്കാരനാണെന്നൊക്കെ ചിന്തിക്കുന്നത്. ഞാനൊരു പണക്കാരനൊന്നുമല്ല, ഞാൻ നിങ്ങളെപ്പോലെ സാധാരണക്കാരനാണ്, അന്നത്തെ ദിവസം ജീവിക്കുന്ന വ്യക്തിയാണ്. ലേരിയ. അപ്പൊ ചിലരൊക്കെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയും, പാസ്റ്റേ ഒരു 20,000 രൂപ ഇപ്പൊ എനിക്ക് ഇടണം, ഒരു 20,000 രൂപ ഇപ്പിട്ട നാളെ രാവിലെ ഞാൻ കിട്ടുതരാം, 1 മണിക്കൂർ കഴിയുമ്പോട്ട്. ഇവരൊക്കെ ഓർക്കും നമ്മളെങ്ങോട്ട് പണം കാണിക്കുന്ന മരമാണ്, പണം ഉണ്ടാക്കുന്ന മരമാണ്. അല്ല സ്നേഹിക്കുന്ന ദൈവം തരുന്നതുകൊണ്ട് അന്നത്തെ ദിവസം കഴിഞ്ഞു പോകുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പൊ ചിലരൊക്കെ ചോദിക്കുന്നത് എന്താ, ഇങ്ങോട്ട് തന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു, നമ്മളെ അത്രമാത്രം കരുതി. ഇതൊക്കെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിന്നോട് ഇതേപോലെയുള്ള വാക്കുകളുമായിട്ട് ജനം കടന്നു വരും. നീ വഞ്ചിക്കപ്പെട്ടു പോകരുത്. പക്ഷെ യേശു പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയും ഉപേക്ഷിക്കുകയില്ല. അത് നമുക്ക് വിശ്വസിക്കാം. ആ ഒറ്റ വാക്യവിടെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒറ്റ വ്യക്തി ഉണ്ടെങ്കിൽ യേശു കർത്താവ് മാത്രമാണ്. ഈ ലോകത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരുവനുണ്ടെങ്കിൽ, വാക്ക് പറഞ്ഞിട്ട് മാറാത്തവൻ, വാക്ക് പറഞ്ഞവൻ അതുപോലെ പാലിക്കുന്നവൻ, മരണം വരെ നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും നമ്മൾ വാക്ക് മാറാതെ മരണാനന്തരവും നമ്മുടെ ജീവിതത്തിൽ വാക്ക് മാറാതെ നിൽക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശു മാത്രമാകട്ടോ. യേശു ഒരിക്കലും വാക്ക് മാറിപ്പോകത്തില്ല, ഒരിക്കലും വാക്ക് മാറത്തില്ല. അതുകൊണ്ടാണ് മാലാഖയുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം വായിക്കുന്നുണ്ട്, യഹോവയായി ഞാൻ മാറാത്തവൻ. യാക്കോബിന്റെ സന്തതികളെ നിങ്ങൾ മുടിഞ്ഞു, അതുകൊണ്ട് യാക്കോബിന്റെ സന്തതികൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. ഒരിക്കലും വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ നമ്മുടെ യേശുവാണ്. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. നിന്നോട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. എന്താണ് വാഗ്ദത്തം? ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയിൽ ഉപേക്ഷിക്കുകയില്ലെന്ന് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അത് നിങ്ങൾ 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 24-ാം വാക്കോട് ചേർത്ത് വായിക്കണം. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, അവനത് നിവർത്തിക്കും. അതെ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അവന്റെ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തുവിൽ ഹല്ലേലൂയ എന്നും ഹല്ലേലൂയ ആമേൻ എന്നാണ്. അല്ലെ, യേശുവിന്റെ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തുവിൽ എന്നും ആമേനെന്നും ഉവ്വെന്നൊക്കെയാ. ഹല്ലേലൂയ. നമ്മുടെ യേശു ഒരിക്കലും കള്ളം പറയുകയില്ല. യേശു ഒരിക്കലും കള്ളം പറയും. ഈ കാണുന്ന ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായി ദൈവം മാനകുലത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത് തന്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരുന്ന യേശു ഒരിക്കലും കള്ളം പറയില്ല. യേശു ഒരിക്കലും കള്ളം പറയില്ല. എന്നാൽ ഭൂമിയിലുള്ള സകല മനുഷ്യനും കള്ളം പറയും. ഹല്ലേലൂയ. പണ്ടൊരാൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും കള്ളം പറയത്തില്ല പാസ്റ്റർ, ഞാൻ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, വെറുതെ അച്ഛാ, ചുമ്മാ വേറെ വല്ല കാര്യം പറ, അത് വല്ല പിള്ളേരോടൊക്കെ ചെന്ന് പറയാൻ പറഞ്ഞു. അച്ഛൻ ഒരിക്കലും കള്ളം പറയില്ല, കള്ളം പറയട്ടെന്നൊക്കെ എന്നെ പോലെ ഒരു മനുഷ്യനോട് പറയണ്ട. ഞാനതൊരിക്കലും വിശ്വസിച്ച കള്ളം പറയാത്ത മനുഷ്യൻ ഈ ഭൂമിയിൽ ഇല്ലെന്ന് പറഞ്ഞു. പുള്ളി എന്നോട് ഭയങ്കര ശോഭിച്ചു. ഞാൻ ഒരിക്കലും കള്ളം പറയില്ല, പാസ്റ്റർ കേട്ടിട്ടില്ല. ഞാൻ കേട്ടില്ല, കേട്ടവരെ കാണുമല്ലോ, എനിക്കിപ്പോ തെളിയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ കള്ളം പറയാത്ത മനുഷ്യനില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ ശുഭിതനായി കേട്ടോ. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി, നിങ്ങൾ കള്ളം പറയാത്ത ഏതെങ്കിലും വ്യക്തി ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടോ? ഏതെങ്കിലും വിധത്തിൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും എന്നോട് പറയാത്ത ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? അല്ലെങ്കിൽ എല്ലാവരും കള്ളം പറയും. എത്ര മത നേതാവായിരുന്നാലും, എത്ര മത പണ്ഡിതനായിരുന്നാലും, എത്ര വിശുദ്ധനായിരുന്നാലും, എത്ര ഉന്നതാധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായിരുന്നാലും, വിശുദ്ധിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞ് പ്രച്ഛന്റെ വേഷധാരികളായി നടക്കുന്ന ഏത് മനുഷ്യരെ നോക്കിയാലും അവരെല്ലാം കള്ളം പറയും. ഹല്ലേലൂയ. കള്ളം പറയാതെ മനുഷ്യൻ ജീവിക്കാൻ കഴിയത്തില്ല ഭൂമിയില്. എന്നാൽ ഒരു നാളും കള്ളം പറയാത്ത ഒരുവനുണ്ടെങ്കിൽ, ഒരു നാളും വ്യാജം പറയാത്ത ഒരുവനുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ്. യേശു ഒരു നാളും കള്ളം പറയില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തങ്ങളിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. യേശുവിന്റെ വാഗ്ദത്തങ്ങളിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. എന്നോട് പലരും പറഞ്ഞ പാസ്റ്റർ ഹല്ലേലൂയ, ഇങ്ങനെയൊക്കെ പോയാൽ പോരാ, പാസ്റ്റർക്ക് ഒരു നല്ല നില വേണം, നല്ലൊരു അനുഭവം വേണം, നല്ലൊരു ജീവിതം വേണം, നല്ലൊരു കുടുംബം വേണം, നല്ലൊരു വീട് വേണം, എന്നൊക്കെ പലരും പറയണ്ട്. അതെ, പിന്നെ അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ പിന്നെ വഴിക്ക് പോലും കാണാറില്ല. ഹല്ലേലൂയ. മനുഷ്യന്റെ വാക്കൊക്കെയാണ്. ഞാൻ ആരും കുറ്റപ്പെടുത്തുകയില്ല. അനുഭവിക്കുന്ന ചില സംഭവങ്ങൾ, ചില സാക്ഷ്യങ്ങൾ, ചില അനുഭവങ്ങൾ ചേർത്ത് വെച്ചാണ് സംസാരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ യേശുവിനെ കൂടുതൽ വിശ്വസിക്കുന്നത്. എന്റെ ജീവിതത്തിന്റെ ആരംഭം തൊട്ട്, ഞാൻ ഈ ഭൂമി ജനിച്ച നാൾ തൊട്ട്,
അല്ലേ? അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായി എന്നെ എന്റെ അമ്മ പ്രസവിച്ച നാള് തൊട്ട് ഇന്ന് എന്റെ ഈ പ്രായം, ഞാൻ ഇന്ന് ഈ മെസ്സേജ് പറയുന്ന ഈ സമയം വരെയും എന്നെ ഒരു നാളും കൈവിട്ട് കളയാതെ, ഉപേക്ഷിച്ച് കളയാതെ, എന്റെ സങ്കടങ്ങളിൽ, ദുഃഖങ്ങളിൽ, കണ്ണുനീരുകളിൽ, വേദനകളിൽ, ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, വ്യാധികൾ വന്നപ്പോൾ, പ്രതിസന്ധികൾ വന്നപ്പോൾ, നിന്ദകൾ വന്നപ്പോൾ, അപമാനങ്ങൾ കടന്നു വന്നപ്പോൾ, എല്ലാ പ്രശ്ന സന്ദർഭങ്ങളിലും എന്നെ കൈവിട്ട് കളയാതെ, ഉപേക്ഷിച്ച് കളയാതെ എന്നോട് കൂടെ ഇരിക്കുന്നവൻ യേശുവാണ്. അതുകൊണ്ട് എനിക്ക് യേശുവിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ജീവിതത്തിൽ തകർന്ന ആത്മഹത്യയുടെ വക്കിലാണോ? നിരാശപ്പെട്ടിരിക്കുകയാണോ? ഇനി മതി കർത്താവ്, ജീവിച്ചത് മതി, മരണം മതി എന്നോർത്ത് വിഷക്കുപ്പിയുമായി ഇരിക്കുകയാണോ? അത് ഒരു കയറി നീ സാരിത്തുണി തൂങ്ങി മരിക്കാനിരിക്കുകയാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിന്റെ ജീവിതം ഒടുക്കിക്കളയാൻ വേണ്ടി നീ ഇരിക്കുകയാണോ? ഇതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന ശക്തമായ ദൂത്, മരണം കൊണ്ട് നിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. നീ ആത്മഹത്യ ചെയ്തുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. അതുകൊണ്ട് ഒന്നുകൂടെ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതേ ഉള്ളൂ ഭൂമി ജീവിച്ചിരിക്കുന്നവർക്ക്. അതുകൊണ്ട് നിന്റെ ജീവിതത്തെ നീ മരണത്തിന് വിട്ടുകൊടുക്കാതെ യേശുവിൽ നീ വിശ്വസിക്കുക. യേശുവിനോട് പറയുക, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അല്ലേ? ഒരു അച്ഛനും അമ്മച്ചിക്കും ആമേൽ വിശ്വാസികളാകട്ടോ, അവർക്ക് വളരെ കടം വന്നു. ബിസിനസ്സിനകത്ത് വളരെ കടം വന്നു. കൂട്ടത്തിലുണ്ടായതെല്ലാം കബളിപ്പിച്ച് കൊണ്ടുപോയി. ജീവിതത്തെ എല്ലാം തകർന്ന് അവസാനം അപ്പച്ചനും അമ്മച്ചിയും അച്ഛനും പറയാ, എന്റെ പാസ് ഇനി മരണം മാത്രമേ ഉള്ളൂ. അല്ലെ? വിശ്വസിച്ചവരെല്ലാം വഞ്ചിച്ചെന്ന് പറഞ്ഞു. അല്ലേ? അത് സ്നേഹിതം, നമ്മൾ വിശ്വസിക്കുന്നവരെല്ലാം നമ്മെ വഞ്ചിക്കുമെന്ന്. നമ്മൾ വിശ്വസിക്കുന്നവരെല്ലാം നമ്മളെ വഞ്ചിക്കും. നമ്മൾ വിശ്വസിക്കുന്നവരെല്ലാം നമ്മളെ ഇട്ടെറിഞ്ഞിട്ട് പോകും. അല്ലേരിയ. എന്നാൽ നമ്മളെ ഇട്ടെറിഞ്ഞു പോകാതെ, നമ്മുടെ സകല കുറവുകളും കണ്ട്, നമ്മുടെ സകല പാപങ്ങളും കണ്ട്, നമ്മുടെ സകല അനുസരണക്കേടും കണ്ട് നമ്മോട് ക്ഷമിക്കുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. അല്ലേരിയ. അവൻ നിന്നെ ഒരു നാളെ കൈവിടുകയില്ല കേട്ടോ. നിന്റെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് യേശു ഇറങ്ങി വരും. നിന്റെ പ്രതിസന്ധികളുടെ നടുവിലേക്ക് യേശു ഇറങ്ങി വരും. ഇന്ന് പകൽ വിശ്വസിക്കുന്ന എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന മാതാപിതാവ്, നീ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തോട് പറ, കർത്താവ് എന്നെ രക്ഷിപ്പാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ, എന്നെ വിടിവിപ്പാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ, എന്റെ സങ്കടം കാണുവാൻ, എന്റെ കണ്ണുനീര് തുളയ്ക്കുവാൻ, എന്റെ അനാഥത്വത്തെ മാറ്റിത്തരുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ, ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞ് നീ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പൊ യേശുവിനെ ഒരിക്കലും കൈവിട്ട് കളയത്തില്ല. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ യേശു വിശ്വസ്തനാ. യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ വന്ന സാത്താനെ യേശു എതിർത്ത് നിന്നപ്പോൾ ഒരു വാക്കുപോലും സാത്താൻ സ്വയമായി സംസാരിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെ സ്തോത്രം. യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ ഹല്ലേലൂയ വന്ന പിശാച് പല തന്ത്രങ്ങളിലൂടെയാണ്, പല വ്യാജത്തിലൂടെ അവൻ സംസാരിക്കുക. എന്നാൽ യേശു അവിടെ എല്ലാം എന്ത് ചെയ്ത്? സാത്താനെ ജയിക്കുക. യേശുവിനെ പരീക്ഷിക്കുവാൻ, യേശുവിനെ അല്ലിയ ശോധനയുടെ കടത്തിവിടുവാൻ വന്ന സാത്താനെ യേശു ജയിച്ചെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, യേശുവിനെ മാതൃകയാക്കണം. കാരണം യേശു ജയിക്കാൻ കാരണം, യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ പരിശുശ്രൂഷയുടെ സമയങ്ങളിൽ പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി യേശു ക്രിസ്തുവിനെ പിതാവ് തനിച്ചു വിടാതെ, അനാഥനായി വിടാതെ, ഒരിക്കലും കൈവിട്ടുകളെ ഉപേക്ഷിച്ച് കളയാതെ, യേശുവിന്റെ ശുശ്രൂഷയുടെ പര്യവസാനം വരെ, യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ തീർന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്തെത്തുന്നിടം വരെയും യേശുവിനോട് കൂടെ പിതാവിന്റെ സാന്നിധ്യം. അല്ലേരിയ, അല്ലേരിയ. അതേ പ്രിയ, നമ്മളോട് കൂടെ യേശു ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ അല്ലേരിയ സ്തോത്രം, അല്ലേരിയ സ്തോത്രം, അല്ലേരിയ. യേശു ഇവിടെ പിശാച് യേശുവിന്റെ എതിർത്ത് നിന്നപ്പോൾ യേശു ഒരു വാക്ക് സ്വയമായി സംസാരിച്ചില്ല. പിതാവ് പറയുന്നതാ പറഞ്ഞത്. സാത്താൻ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ യേശു സ്വയമായി സംസാരിക്കാതെ തന്നിൽ കൂടെ യേശു കൂടെ പിതാവിന്റെ ശബ്ദമാ പുറപ്പെട്ടു വന്നത് മുഴുവൻ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം, ആത്മാവിന്റെ വാളായ ദൈവവചനത്തെ ഉരുവിട്ടുകൊണ്ട് യേശു സംസാരിക്കുക. ആത്മാവിന്റെ വാൾ ആയിരിക്കുന്ന വചനം, അല്ലെങ്കിൽ അതാണ് നമ്മൾ ഈ സ്തോത്രം. നമ്മളെ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ സ്തോത്രം, അല്ലെങ്കിൽ സ്തോത്രം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വചനമെന്ന വിശ്വാസം, വചനമെന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ, രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ.
ശരി. അതുകൊണ്ട് നിന്റെ ജീവിതത്തിനകത്ത് എപ്പോഴും ദൈവവചനം ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ വചനം ജീവന് ചൈതന്യമുള്ളതും ഇരുമായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതുമാണ്. ഇബ്രാഹിം 4:12 വായിക്കുന്നുണ്ട്. വചനം നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, വചനം നിന്റെ ജീവിതത്തിൽ നിന്റെ ആന്തരങ്ങളിൽ ഉണ്ടെങ്കിൽ, നിനക്ക് കഷ്ടം വരുമ്പോൾ, വേദന വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വചനം തരും, നിന്നെ ബലപ്പെടുത്തും. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ വചനത്തിലേക്ക് വരണം. ഹല്ലേലൂയ. പിന്നെ എനിക്കൊക്കെ നിങ്ങളുടെ കൈകളിൽ ആത്മാവിന്റെ വാൾ എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ കുഴപ്പങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം തീർന്നു കിട്ടും. ആമേൻ. ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങളെ കണ്ടെത്തി നിങ്ങൾ ഭക്ഷിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ വാഗ്ദത്ത വചനങ്ങളെ പ്രയോജനപ്പെടുത്തുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആത്മാവിന്റെ വാളായിരിക്കുന്ന വചനവും ദൈവത്തിന്റെ ജീവനും ചൈതന്യമായിരിക്കുന്ന വചനവും നിങ്ങൾ എടുത്തുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നിങ്ങൾ വചനത്തിന് അധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ സാത്താൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ഹല്ലേലൂയ. നിങ്ങൾ ജയം പ്രാപിക്കും. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിശ്വാസവും ധൈര്യവും വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. സാത്താനെ ജയിക്കാൻ നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസവും ധൈര്യവും വളരെ ആവശ്യമാണ്. ഇന്ന് പകൽ ഈ ദൈവനെ കേട്ടുകൊണ്ട് ശ്രോതാവേ, നിന്റെ ഹൃദയത്തിനകത്ത് വിശ്വാസവും ധൈര്യവും വർദ്ധിക്കുവാൻ യേശുക്രിസ്തുവിനെ നീ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിക്കണം. ഹല്ലേലൂയ. ആരെങ്കിലും ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവുമായി സ്വീകരിക്കാതെ, ദൈവവചനത്തിന് അധിഷ്ഠിതമായി ജീവിക്കാൻ കഴിയാതെ, ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച് നിരാശയുടെ പോകുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, ആമേൻ, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിന്റെ ജീവിതത്തെ വിട്ടുകൊടുത്ത് അവന് വേണ്ടി നിന്നെ സമർപ്പിച്ചു കൊടുത്ത് അവൻ എന്റെ രക്ഷകനായി നീ സ്വീകരിക്കുമ്പോൾ, അവൻ നിന്റെ പിതാവായി മാറുമ്പോൾ, നീ അവന്റെ മകനായി മകളായി മാറുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ യേശുവിന് നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുക. നിന്നെ രക്ഷിപ്പാനും നിന്നെ ശക്തിപ്പെടുത്താനും നിന്നെ വെടിവെപ്പാനും എല്ലാം യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് മാനുഷിക വാക്കുകൾക്ക് വിലയില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവം നിന്നോട് കൂടെ ഇരിക്കും. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നിന്റെ കണ്ണുനീര് കാണുവാൻ, നിന്റെ കണ്ണുനീരൊപ്പാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. മാർത്തയുടെയും മറിയുടെയും കണ്ണുനീരിന് മുമ്പ് നമ്മുടെ യേശു കണ്ണുനീർ വാർത്തുവെന്ന് അവിടെ നമ്മൾ കാണുന്നുണ്ട്. അത് നിന്നോടുകൂടെ കരയുവാൻ, നിന്നോടുകൂടെ സന്തോഷിപ്പാൻ, നിന്നോടുകൂടെ നടക്കുവാൻ, നിന്നോടുകൂടെ വസിക്കുവാൻ, നിന്നെ മാറോട് ചേർത്ത് പിടിക്കുവാൻ, നിന്റെ ആകുലതകളും നിന്റെ നിരാശകളും ദുഃഖങ്ങളും നിന്റെ സാമ്പത്തിക പ്രതിസന്ധികളും നിന്റെ കുടുംബത്തിനകത്തെ നിരാശകളും നിന്റെ തകർന്ന ജീവിതത്തെ അല്ലെങ്കിൽ എല്ലാം പണിതെടുത്ത് നിന്നെ കൈവിട്ട് കളയാതെ ഉപേക്ഷിച്ച് കളയാതെ നിന്നെ ചേർത്ത് പിടിക്കുവാൻ, മകനെയും മകളെയും എന്ന് വിളിക്കുവാൻ ആ യേശുവിന് വേണ്ടി നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ആ ദൈവശബ്ദം നിന്റെ കാതുകളിൽ മുഴങ്ങട്ടെ. രക്തം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി വാഗ്ദത്ത വചനം പ്രയോജനപ്പെടുത്തുമ്പോൾ കർത്താവ് നിങ്ങളുടെ പക്ഷത്ത് നിൽക്കുക തന്നെ ചെയ്യും. അവൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, ഹല്ലേലൂയ, 41:13-14 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. നിന്റെ ദൈവമായ യഹോവയെന്ന് ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കൂ എന്ന് പറയുന്നു. ഹല്ലേലൂയ. പുഴുവായി യാക്കോബേ, ഇസ്രായേൽ പരിശയെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലേറിയതുമായ മേതിവണ്ടിയാക്കി തീർക്കുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൂതുകൾ, ആലോചനകളാണ്. ഇന്ന് പകൽ ചിലരുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ശക്തമായ ദൂത്. ആമേൻ. നിന്റെ കഷ്ടതയെ മാറ്റി, നിന്റെ ദുഃഖങ്ങളെ മാറ്റി, നിന്റെ പരാജയങ്ങളെ മാറ്റി, നിന്റെ കടക്കെണികളെ മാറ്റി, നിന്റെ വ്യാധിയെ മാറ്റിയിട്ട് ദൈവം നിന്നെ പുതിയതും മൂർച്ചയേറും പല്ലേറിയതുമായ അല്ലെങ്കിൽ മെതിവണ്ടി പോലെയാക്കാൻ പോവുക. അല്ലേരി വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട്. അല്ലേരി പ്രവാചക ശബ്ദത്തിന്, പ്രവാചകന്റെ വാക്കുകൾക്ക് നീ ചെവി കൊടുത്തുകൊണ്ട്, അല്ലേരിയ, വചനത്തെ നീ മുറുകെ പിടിക്കുന്നില്ല, വാഗ്ദത്തങ്ങളെ നീ മുറുകെ പിടിക്കുന്നെങ്കിൽ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകിൽ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞ ഈ വചനം ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യും, രക്തം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ രാമയൻ പറഞ്ഞാട്ട്. അല്ലേരിയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് അവൻ എന്ന് പറഞ്ഞാൽ ഈ വാഗ്ദത്തങ്ങളെ പറഞ്ഞിട്ട് നമ്മുടെ കർത്താവ് പറയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്നാണ്.
അല്ലേരിയ. ഞാൻ നിങ്ങളെ മൂർച്ചനും പുതിയതും പല്ലുകളും വിധിവട്ടിയാക്കി തീർക്കുമെന്ന് യേശു പറഞ്ഞിട്ട് പറയുക, ഞാനോ ലോകാവസാനത്തോളം എല്ലാം നാളെ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് മത്തായിയുടെ സുവിശേഷം 28:20 കാണാൻ കഴിയും. അതേ വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ പറയുന്ന വാക്കുകളാ. അല്ലേരിയ. വിശ്വസിച്ചേറ്റെടുത്ത ദൈവത്തെ സ്തുതിച്ചിട്ടല്ലേരിയ. അത് എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ കർത്താവ് യേശുക്ക് ദൃഢപ്പെട്ടിരിക്കണം. ദാവീദ് സിംഹത്തെ ഭയപ്പെട്ടില്ല. താമെ വണ്ടി കൊണ്ട് തന്നെ അടിച്ചു കൊന്നു. കരടിയെ ഭയപ്പെട്ടില്ല. ഗോലിയാത്തിനെ കണ്ട് ഭയപ്പെട്ടില്ല. സിംഹവും കരടിയും ഗോലിയാത്ത്, ഈ 3 എണ്ണത്തിലും ദാവീദ് ജയിച്ചു. സിംഹത്തെയും കരടിയും ഗോലിയാത്തിനെ ജയിച്ച ദാവീദിനെ പോലെ നിന്റെ ജഡത്തോട് പോരാടുന്ന, നിന്റെ ജീവിതത്തോട് പോരാടുന്ന, കുടുംബത്തോട് പോരാടുന്ന, നിന്റെ തലമുറയോട് പോരാടുന്ന, നിന്റെ കുടുംബ ജീവിതത്തോട് പോരാടുന്ന, നിന്റെ നന്മയോട് പോരാടുന്ന അല്ലേലിയ ആമി സിംഹത്തെയും കരടിയും ഗോലിയാത്തിനെ നീ ജയിക്കണം. രക്തം ജയം. അല്ലേലിയ. ആമി സിംഹവും കരടിയും ഗോലിയാത്തും നിന്നെ തകർത്ത് കളയാൻ വരുമ്പോൾ, ആമി നിന്നെ ഉടച്ചു കളയാൻ വരുമ്പോൾ കർത്താവ് പറയുകയാണ്, അല്ലേലിയ സ്തോത്രം. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ അല്ലേലിയ സ്തോത്രം. കർത്താവ് പറയുകയാണ്, അല്ലേലിയ സ്തോത്രം, ഞാൻ നിന്നെ അല്ലേലിയ സ്തോത്രം ആമീൻ അല്ലേലിയ പുതിയതും അല്ലേലിയ ബലമുള്ളതും ആക്കി തീർക്കുമെന്ന്. അല്ലേരി. അത് ദൈവം നമ്മെ പുതിയതാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. സൈനികളിലേക്കോ ദൈവം നിങ്ങളുടെ കൂടെയുള്ളത് കൊണ്ട് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സകല പോരാട്ടങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറ്റി ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഒരിക്കൽ ദാവീദ് പറഞ്ഞത്, ഇതിനാൽ ഞാൻ പടക്കൂട്ട് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ ചാടിക്കിടക്കുമെന്ന്. സങ്കീർത്തനക്കാരനായി ദാവീദ് 18-ാം സംഗീതം 18-29 വായിച്ചത് നമുക്ക് വിവരിക്കുന്ന സമയം നമ്മളെ ഭാഗത്തേക്ക് ചിന്തിക്കാൻ കഴിയട്ടെ. അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തം പറഞ്ഞങ്ങളെ ആമി ഏറ്റെടുത്തുകൊണ്ട് ആമി ശത്രുവിന്റെ ശക്തികളെ തകർക്കുവാൻ നീ ജയം പ്രാപിക്കണം. അല്ലേ? ശത്രുവിന്റെ ശക്തി എന്ന് ജയിക്കണം. ആമി ഒരു സൈന്യമെന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കുമെന്ന് സങ്കീർത്തനം 27:3 വായിക്കുന്നത് പോലെ ശത്രു നിനക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട ശ്രോതാവേ, നിന്നോട് കൂടെ യേശുണ്ട്. ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതാണ് വായിച്ച വചനം. ആമി എബ്രായ ലേഖനം വലിയ 13-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളാണല്ലോ ഒരിക്കലും ആവർത്തിച്ച് വായിക്കുന്നു. ആമി നിങ്ങളുടെ നടപ്പ് ദിവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയും ഉപേക്ഷിക്കുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തോന്നാൻ ഞാൻ പേടിക്കില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. അതെ, നീ ധൈര്യത്തോടെ പറയണം. ഇതുവരെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും തകർന്നിരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്, നുറുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ, വേദനയ്ക്കപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷിതാംബിതമായി സ്വീകരിക്കുവാൻ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം തരുന്നുണ്ട്. അത് നിങ്ങൾ ദൈവഭവനത്തിന്റെ അംഗമായി മാറുമ്പോൾ, കർത്താവിന്റെ മക്കളായി മാറുമ്പോൾ, സ്വർഗത്തിലെ സകല അനുഗ്രഹവും ദൈവം നിനക്ക് തന്നു നിറയ്ക്കും. അവൻ നിന്നെ ഒരു നാളും കൈവിടാതെ ഉപേക്ഷിക്കാതെ നിന്നോട് ചേർന്ന് നടക്കും. വിശ്വസിച്ച് ഏറ്റെടുത്തതിനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ, എണ്ണത്തിൽപ്പെടാത്തവർ, അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 140 കോടി ജനം, 29 സംസ്ഥാനങ്ങൾക്കായി 7 കേന്ദ്രപ്രദേശങ്ങൾ, 6 ലക്ഷത്തിലെ ഗ്രാമങ്ങളുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന 7 ഭൂഖണ്ഡങ്ങളെ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, രാജ്യങ്ങൾ, 800 കോടി ജനം, തലമുറ, എണ്ണത്തിൽപ്പെടാത്തവർ, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണനേതാക്കൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി ട്രൈബൽ ലൈംഗിക ജനതീവധികാരികളെയും, കർത്താവിന്റെ കരസേന, വ്യോമസേന, നാവികസേനാധികാരികൾ, അദ്ദേഹത്തെ കാക്കുന്ന BSC സൈന്യത്തിനായി, ക്രമസമാധാന പാലയ, നിയമ നിർമ്മാണ, രഹസ്യാന്വേഷണങ്ങളെ, പോലീസിന്റെ വിവിധ സെക്ഷനുകൾക്കായി, ജുഡീഷ്യൽ വിവിധ ഭാഗങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹകരണമേൽ, പൊതുമേൽ, ആരോഗ്യമേൽ, വിദ്യാഭ്യാസ, സാമ്പത്തികമേല, ബാങ്ക് മേഖലയിലായിരിക്കുന്ന എല്ലാ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മത, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ, മീഡിയ രംഗം നിൽക്കുന്നവർ, എല്ലാ സയന്റിസ്റ്റ്, എഞ്ചിനീയറുകളെ, എല്ലാ ഭരണപക്ഷ പാർട്ടികളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഉള്ളിലോട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ശേഷത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യുവരത്തിലും, വൃത്തരും, ആശ്രമ, യാച, ഓർഫനേജ്, ഓൾറെഡി തടവറയിലായ ജനത്തിനായി, ആമി കടലോരവാസികളെ, തീരദേശവാസി, മത്സ്യബന്ധനെ കടന്നുപോയിരിക്കുന്നവരെ, ആമി സ്തോത്രം എല്ലാവരെയും, വ്യവസായികളെ, വെളിയൂര കച്ചവടക്കാരെ, ആമി സഹകരണമേൽ, പുതുമേൽ, ആരോഗ്യയിലായിരിക്കുന്നവർ, കൺസ്ട്രക്ഷൻ, മെക്കാനിക്, മോട്ടോർ രംഗത്ത് എല്ലാ ഡ്രൈവേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരയിലും കടലും ആകാശമാർഗം വാഹനോടി മാരുതി യാത്ര സെയിൽസ് ചെയ്യുന്നവർക്കായി,
കനികളിലും കമ്പനികളിലും ഫാക്ടറിയൊക്കെ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ എല്ലാവരും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. മദ്യത്തെ മനസ്സിലേക്ക് കടിപ്പെട്ട് മാരകമായ വ്യാധിയാൽ കടക്കണിയാൽ ഭാരപ്പെട്ട് ജപ്തി നടവ് നേടുന്നവർ, ഭവനമില്ലാത്തവർ, ഭൂമിയില്ലാത്തവർ, ആമേ കർത്താവ്, വിവാഹപരിധി സൗരമാർ തലമുറയിലാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, കുടുംബജീവിതം ചിഹ്നവിധമായി കർത്താവ് അനവധി കേസുകൾ, കോടതി ഡിവിഷൻ കിടക്കുന്ന അങ്ങനെയുള്ള കുടുംബങ്ങളെ, തകർന്ന് കിടക്കുന്ന തലമുറയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ആമീ ജനം പുറത്തുവിട്ട് വിദേശ രാജ്യങ്ങൾ മണ്ഡലാതി കഷ്ടം സഹിക്കുന്ന വേദന, വിദേശ കടന്ന് ജോലി പീഡ അനുഭവിക്കുന്ന സൗര്യമാർ, ആമീ ചെല്ലി കിടക്കുന്ന വിദേശത്ത് കടന്നു വിട്ടും ജീവിതത്തിൽ ഉയരാൻ കഴിയാതെ മദ്യ ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്നവർ, നാട്ടിൽ കിടന്നു കഴിയാതെ ഭാരപ്പെടുന്നവർ, ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിങ്ങളുടെ കുഞ്ഞുങ്ങൾ തലമുറകൾക്കായി ജോലിക്ക് വേണ്ടി ആഗ്രഹിയുടെ സൗര്യമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. എല്ലാവർക്കും ഉൾപ്പെടുതലും ആശ്വാസം കൊടുക്കണമേ. ആരും നിരാശ ദുഃഖിതമായി മാറരുത്. തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ദൈവമില്ല എന്ന് പറയുന്ന മൂടന്മാർ, നിരീശ്വരവാദി യുദ്ധിവാദി അടക്കം സകലരും മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ തിരുവണ്ടേക്കണമേ. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ പാപകരമായ ജീവിതം സാത്താന്റെ കയ്യിൽ അകപ്പെട്ടു പോകാതെ, സാത്താന്റെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകാതെ കർത്താവിജനം വിടിവിക്കപ്പെടുന്നതായി ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ സകല ജനത്തെ, പ്രത്യേക തലമുറയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്കൂൾ, കോളേജ്, ക്യാമ്പസ്, കലാലയ പരിസരങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ, തലമുറയെ തകർക്കുന്ന എല്ലാ മദ്യ രൂപികളെയും മയക്കുമരുന്ന് രൂപികളെയും ദൈവമയോട് സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും തലമുറകളൊക്കെ പ്രത്യേകമായി ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സകല മഹത്വം എടുക്കണം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്.